പറക്കാടൻ കുടുംബ കൂട്ടായ്മ ഞായറാഴ്ച രൂപീകരിക്കും. ഒക്കൽ ആൻഡോപുരം സെന്റ് ആന്റണീസ് പള്ളി പാരിഷ് ഹാളിലാണ് രൂപീകരണ യോഗം. സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ അഖിൽ ആപ്പാടൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റൂർ, ചേലാമറ്റം, ആൻഡോപുരം, കൂടാലപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലായി 200-ൽ പരം കുടുംബങ്ങളടങ്ങിയ കുടുംബ സമൂഹമാണ് പറക്കാടൻ കുടുംബം. രക്തബന്ധം ദൃഢമാക്കി കരുണയിൽ മുന്നേറാം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറക്കാടൻ കുടുംബ കൂട്ടായ്മയുടെ രൂപീകരണം ഞായറാഴ്ച നടക്കും. ഒക്കൽ ആൻഡോപുരം സെന്റ് ആന്റണീസ് പള്ളി പാരിഷ് ഹാളിലാണ് രൂപീകരണ യോഗമെന്ന് പ്രസിഡന്റ് പൗലോ ചാക്കുണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ വീട്ടുപേര് പറക്കാടൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു കുടുംബ കൂട്ടായ്മയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മറ്റൂർ, ചേലാമറ്റം, കൂടാലപ്പാട്, ഒക്കൽ, ഈസ്റ്റ് ഒക്കൽ, ആൻഡോപുരം ഏതാണ്ട് 150-ൽ പരം വീടുകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ നിർഭാഗ്യവശാലെന്ന് പറയട്ടെ, എന്തുകൊണ്ടോ ഒരു കുടുംബ കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പേർക്ക് ഒരു താല്പര്യം തോന്നി, എന്തുകൊണ്ട് വൈ ഡോണ്ട് വി ട്രൈ നാവ്. അങ്ങനെയാണ് ഇതിനൊരു ആരംഭം കുറിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾക്ക് ഒരു 10 ഈ മിക്കവാറും എല്ലാ ഫാമിലികളും തന്നെ, കൃത്യമായി പറഞ്ഞാൽ ആരും തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. ആ പരിപൂർണ സഹകരണത്തോടുകൂടി ആദ്യമായിട്ടൊരു കുടുംബ സംഗമം, ഒരു വേദി ഒരുങ്ങുകയാണ്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ വരുന്ന ചർച്ച്, സെൻറ്റ് ആന്റണീസ് ചർച്ചിൽ ഒരു വിശുദ്ധ കുർബാനയോടുകൂടി നടത്തുന്നതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഔദ്യോഗികമായ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അവിടുത്തെ പള്ളി വികാരി റവറൻഡ് ഫാദർ അഖിൽ ആപ്പാടൻ. അദ്ദേഹമായിരിക്കും അത് ഒഫീഷ്യലായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. പിന്നെ വി വിൽ ഹാവ് ഗസ്റ്റ് ഓഫ് ഓണർ. അതും മറ്റൊരു വൈദികനാണ്. ഇറ്റ്സ് അവർ റിലേറ്റീവ് ബേസിക്കലി, ആൻഡ് ഹിസ് നെയിം ഈസ് മാത്യു ഇടശ്ശേരി. ഹി വാസ് വളരെ കാലം US ജീവിച്ച് ഇവിടെ തിരിച്ചു വന്നേക്കുന്ന ഒരാളാണ്. ആൻഡ് മോർ ദാൻ എ പ്രീസ്റ്റ്, ഒരു അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. വി വിൽ ബി ഹാവിങ് ഓവർ 200 മെമ്പേഴ്സ് നൗ. ഫാമിലി, ആ സച്ച് ഫാമിലി മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ മൾട്ടിപ്ലൈ ബൈ 4 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1000-1500 മെമ്പേഴ്സുകളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ കുടുംബ കൂട്ടായ്മകളുടെയും അതേ ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്ക്. ടു എന്യൂമറേറ്റ് ഇറ്റ്, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും ഐക്യവും ശക്തിപ്പെടുത്തുക. ദാറ്റ് ഈസ് ദ പ്രൈം മോട്ടീവ് ഓഫ് കുടുംബ കൂട്ടായ്മ. വൈകിട്ട് കുർബാന, 85 വയസ്സിന് മുകളിലുള്ള അംഗങ്ങളെ ആദരിക്കൽ, തുടർന്ന് കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. സോഷ്യൽ വർക്കർ ഫാദർ മാത്യു ഇടശ്ശേരി, ജിജി സെബാസ്റ്റ്യൻ കുവൈറ്റ്, പള്ളാത്തിരുത്തി സെന്റ് തോമസ് LP സ്കൂൾ HM ബിന്ദു സെബാസ്റ്റ്യൻ, പത്രോസ് ആന്റണി USA തുടങ്ങിയവർ പങ്കെടുക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബ പരിധികൾക്കപ്പുറത്ത്, ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ദ ഫാമിലി, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുക. സാധാരണഗതിയിൽ ഈ കുടുംബ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾ അവരൊന്നിച്ചുകൂടും, അവരുടെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഇറ്റ്സ് നോട്ട്, അതല്ല. ഞങ്ങൾക്കൊരു ബൗണ്ടറി ഇല്ല. ഇറ്റ്സ് ടു വർക്ക് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ദ ഫാമിലി. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും, എന്നാൽ അതിനെതിരായിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിവുള്ള രീതിയിൽ ശബ്ദിക്കുക. മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, ഇതൊക്കെ സംഘടിപ്പിക്കുക. അതിൽ കവിഞ്ഞിട്ട് അവയവദാനത്തിൻ്റെ, ഓർഗൻ ഡൊണേഷൻ്റെ ആ മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതായിരിക്കും ഞങ്ങളുടെ വൺ ഓഫ് ദി പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ ഓർഗനൈസേഷൻ. ഓക്കെ. ഈ മേഖലയിൽ പ്രത്യേകം ഫാദർ ഡേവിസ് ചെറുമേലിനൊപ്പം നിന്ന് കൈകോർത്തുന്ന കുറേ കാലം ഞാൻ പ്രവർത്തിച്ചുള്ള ആളാണ്. ഇവിടെയല്ല, ഐ വാസ് വർക്കിംഗ് ഇൻ ഓവർസീസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കേസുകൾ. അപ്പോൾ ഞങ്ങളൊരു ആപ്തവാക്യം കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങൾ ഞങ്ങളുള്ളപ്പോൾ, സോ വി ട്രൈ ടു വി മേഡ് എ റിസർച്ച് ടു ഫൈൻഡ് എ പ്രോപ്പർ ടാഗ് ലൈൻ. ആ ടാഗ് ലൈൻ രക്തബന്ധം ദൃഢമാക്കി കരുണയിൽ മുന്നേറാം. രക്തബന്ധം ദൃഢമാക്കി കരുണയിൽ മുന്നേറാം. അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. അപ്പോൾ ഇതിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, അർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ മുന്നേറാം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും ഐക്യവും ശക്തിപ്പെടുത്തുക, ഉന്നതമായ ജീവിത മൂല്യങ്ങൾ തലമുറകളിലേക്ക് പകർന്നു നൽകുക, മികവുറ്റ വിദ്യാർത്ഥികളെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്കും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്കും യുവജനങ്ങൾക്കും നേതൃപരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, കുടുംബ പരിധികൾക്കപ്പുറം സമൂഹ സേവനം, സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുക, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ബോധവൽക്കരണം നടത്തുക, രക്തദാന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, അവയവദാനത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക തുടങ്ങിയവയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ സെക്രട്ടറി പത്രോസ് ജോണി, പി ജോയി, പി പാപ്പച്ചൻ മാഷ് എന്നിവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചതിൽ. ഞങ്ങളുടെ പറക്കാടൻ കുടുംബ കൂട്ടായ്മയുടെ ആദ്യ ഉദ്ഘാടന ദിവസം മെയ് മാസം 17-ാം തീയതി വൈകിട്ട് 4:30 ആൻഡോപുരം പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബ കൂട്ടായ്മ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ ആരും തന്നെ കൂട്ടായ്മയിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും ഓരോ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഓരോ വീട്ടുകാരായിട്ട് സെപ്പറേറ്റ് നിൽക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ പ്രസക്തി കൂടുതലാണ്. കൂടുതലും എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി, അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പരസ്പരം സഹായിക്കാനുള്ള ഒരു മാർഗം കൂടെ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മീഡിയ സിറ്റി പെരുമ്പാവൂർ.